നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെ അടുത്തറിയുക എന്നുള്ളത് എല്ലാ കാലത്തും നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ നക്ഷത്ര നിരീക്ഷണങ്ങളൊക്കെ തുടങ്ങിയത്. അത് മാത്രമല്ല, നമ്മുടെ ചില ജീവിതാവശ്യങ്ങൾ കൂടി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. കാരണം നമുക്ക് നല്ലൊരു കലണ്ടർ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഇന്ത്യക്കാർ ജന്മനക്ഷത്രം എന്ന ആശയം ഉണ്ടാക്കിയത്. ബാബിലോണിയക്കാർ രാശി എന്ന് പറയുന്ന ആശയം ഉണ്ടാക്കി. ഇത് ഇന്നൊരു പരിമിതി ഉണ്ടായിരുന്നത് നമ്മുടെ രണ്ട് കണ്ണുകളുടെ പരിമിതിയാണ്. ആയിരത്താണ്ടുകളോളം നമുക്ക് ഈ ഒരു പരിമിതിയെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. അത് നമുക്ക് കഴിഞ്ഞ് 1609 ഗലീലിയോ ടെലസ്കോപ്പ് ഉപയോഗിച്ച് വാനനിരീക്ഷണം തുടങ്ങിയതോടുകൂടി. അദ്ദേഹം ആദ്യം നോക്കിയത് ചന്ദ്രനിലേക്കാണ്. ചന്ദ്രനിലെ ഗർത്തങ്ങളും കുന്നുകളും ഒക്കെ അദ്ദേഹം നിരീക്ഷിച്ചു. അത് കഴിഞ്ഞ് വ്യാഴത്തെ കണ്ടു. വ്യാഴത്തെ 4 ഗ്രഹങ്ങൾ ചുറ്റുന്നത് കണ്ടു. ഇത് നമ്മുടെ പ്രപഞ്ച ചിത്രം തന്നെ ആകെ മാറ്റി വരച്ചു. കാരണം അന്ന് വരെ കരുതിയിരുന്നത് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയാണ് കേന്ദ്രം, ഭൂമിയെയാണ് ബാക്കിയെല്ലാം ചുറ്റുന്നത് എന്നാണ്. അതല്ല, വ്യാഴത്തെയും ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചത്തിന് ഭൂമി ഒരു കേന്ദ്രമൊന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ ഗലീലിയോയ്ക്ക് കഴിഞ്ഞു. ടെലസ്കോപ്പുകൾ വികസിച്ചുകൊണ്ടേയിരുന്നു. അതിഭീമൻ ടെലസ്കോപ്പുകൾ ഉണ്ടായി. ടെലസ്കോപ്പ് നിരീക്ഷണത്തിലൂടെ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ വികാസം ഹബിൾ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. ഗാലക്സികൾ പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വളരെ 100-200 മീറ്ററുകൾ വലിപ്പമുള്ള വലിയ ടെലസ്കോപ്പുകൾ ഉണ്ടാക്കി. ഇൻഫ്രാറെഡ് ടെലസ്കോപ്പ് ഉണ്ടാക്കി. അങ്ങനെ പലത്. പിന്നെ ഒരു വലിയ ചലനം ഉണ്ടാകുന്നത് 1957 സ്പുട്നിക് എന്ന് പറയുന്ന ബഹിരാകാശ വാഹനം സോവിയറ്റ് യൂണിയൻ വിക്ഷേപിക്കുന്നതോടുകൂടി നമ്മുടെ അന്തരീക്ഷ വലയത്തിനപ്പുറം ഒരു വാഹനത്തെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം. 4 വർഷത്തിനുള്ളിൽ യൂറി ഗഗാറിൻ എന്ന് പറയുന്ന റഷ്യക്കാരൻ ബഹിരാകാശത്തെത്തി. ഇതൊക്കെ അന്നത്തെ ഏറ്റവും വലിയ സംഭവങ്ങളായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ 1969 ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതോടുകൂടിയാണ് യാത്രയ്ക്കൊരു പുതിയ സാധ്യത തുറന്നു വന്നത്. നമുക്ക് എവിടെയും പോകാം, ഇറങ്ങാൻ കഴിയും. നമുക്ക് അതിനുള്ള വാഹനവും ഇന്ധനവും ഒക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. നമുക്കറിയാം, ചന്ദ്രനിൽ അപ്പോളോ 11 എത്തി. 2 പേരവിടെ ഇറങ്ങി. നീൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ഇറങ്ങി. അതിനുശേഷം 10 പേര് പിന്നെ ഇറങ്ങി. ആകെ 12 പേര് അപ്പോളോ 17 വരെയുള്ള വാഹനങ്ങൾ സഞ്ചരിച്ച് അവിടെ ഇറങ്ങി. അമേരിക്ക മാത്രമേ അത്തരം ഒരു സാഹസത്തിന് പുറപ്പെട്ടിട്ടുള്ളൂ. നാസയുടെ നേതൃത്വത്തിലാണ് അതൊക്കെ നടന്നത്. സോവിയറ്റ് യൂണിയൻ ആ കാലത്ത് ചെയ്തത് മനുഷ്യനെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവുള്ളൊരു ഏർപ്പാടാണ്. സാധാരണ ഒരു വാഹനം അവിടെ എത്തിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി വരും ഒരു മനുഷ്യനെ അവിടെ എത്തിക്കാൻ. അതുകൊണ്ട് അവർ ചെയ്തത് വാഹനങ്ങളെ അയച്ച് അവിടെ കല്ലും മണ്ണും ഒക്കെ പരിശോധിച്ച് ചിലത് ഭൂമിയിലെത്തിച്ചു, ചിലത് അവിടുന്ന് തന്നെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകി. ലൂനോഖോദ് 1, ലൂനോഖോദ് 2 എന്ന് പറയുന്ന 2 വാഹനങ്ങൾ അവിടെ സഞ്ചരിച്ച് ഭൂമിയിലിരുന്ന് നിയന്ത്രിച്ച് സഞ്ചരിച്ച് കല്ലും മണ്ണും ഒക്കെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയാണ് ചെയ്തത്. പിന്നീട് മനുഷ്യരങ്ങോട്ട് പോയില്ല. ഇനി ഇപ്പം പോകാനുള്ള ഒരുക്കത്തിലാണ്. ആർട്ടമിസിൻ്റെ പ്രോഗ്രാം നിങ്ങൾക്കറിയായിരിക്കും. ആർട്ടമിസ് പ്രോഗ്രാം ചന്ദ്രനിൽ മനുഷ്യനെ വീണ്ടും എത്തിക്കാനുള്ള ശ്രമമാണ്. ചന്ദ്രനിൽ നിൽക്കില്ല, ചൊവ്വയിലും മനുഷ്യനെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ പ്രപഞ്ചത്തെ നമുക്ക് അടുത്തറിയാൻ ഇതിനേക്കാളൊക്കെ വലിയ നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെ പോലെയുള്ള ഏതെങ്കിലും ഗോളങ്ങൾ, ഗ്രഹങ്ങളുണ്ടോ, അവിടെ മനുഷ്യരെ പോലെ അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ജീവികളുണ്ടോ എന്നൊക്കെ അറിയുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തെ അറിയുക എന്നുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണത്. അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് 1995 മിഷേൽ മേയർ, ഡിദിയെ ക്വിലോസ് എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാർ
ഒരു നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹം സഞ്ചരിക്കുന്നതായി അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്ത ഇതാണ്, പെഗാസസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രഗ്രഹമുണ്ട് ആകാശത്ത്, നിങ്ങൾക്കൊക്കെ അറിയാം, പറക്കുന്ന കുതിരയുടെ രൂപത്തിൽ. ഈ പെഗാസസിൽ ഒരു നക്ഷത്രമാണ് 51 പെഗാസി എന്ന് പറയുന്നത്. ഏതാണ്ട് നമ്മുടെ സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രം, ഒരൊറ്റ നക്ഷത്രം. ആ നക്ഷത്രത്തിനെ നിരീക്ഷിച്ചപ്പം അവർ കണ്ടത് ആ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൽ ചാഞ്ചല്യം ഉണ്ടാകുന്നു. ചിലപ്പം അതിൻ്റെ തരംഗദൈർഘ്യം കൂടുന്നു, ചിലപ്പം തരംഗദൈർഘ്യം കുറയുന്നു. അങ്ങനെ ഇടവിട്ടിത് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ നക്ഷത്രം ചലിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ വളരെ കാലം ആ നക്ഷത്രത്തെ നിരീക്ഷിച്ചപ്പോൾ അവർ കണ്ടത് അതൊരു ബിന്ദുവിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബിന്ദുവിന് ചുറ്റും ഒരു നക്ഷത്രത്തിന് അങ്ങനെ തനിച്ച് കറങ്ങാൻ കഴിയില്ല. അപ്പം അവർ ഊഹിച്ചു അതിന് ചുറ്റും ഒരു വലിയ ഗ്രഹം കറങ്ങുന്നുണ്ട്. ആ ഗ്രഹവും നക്ഷത്രവും കൂടിയാണ് ചലിക്കുന്നത്. പ്രപഞ്ചത്തിൽ എപ്പോഴും ചലനം അങ്ങനെയായിരിക്കും. ഇപ്പോൾ നമ്മുടെ സൂര്യന് ചുറ്റും ഭൂമിയും വ്യാഴവും അതുപോലെ ഗ്രഹങ്ങളും ഒക്കെ കറങ്ങുന്നുണ്ടെങ്കിൽ ശരിക്കു പറഞ്ഞാൽ സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് പറയുന്നത് ശരിയല്ല. സൂര്യനും ഈ ഗ്രഹങ്ങളും ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹം എടുത്താൽ ആ ഗ്രഹവും ചേർന്നിട്ടുള്ള അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സെൻറ്റർ ഓഫ് മാസ് ഉണ്ട്, ബാരി സെൻറ്റർ എന്ന് പറയും. ഈ ബാരി സെൻറ്ററിന് ചുറ്റും സൂര്യനും കറങ്ങും ഗ്രഹവും കറങ്ങും. ഉദാഹരണത്തിന് വ്യാഴം എടുത്താൽ വ്യാഴവും സൂര്യനും തമ്മിലുള്ള ബാരി സെൻറ്റർ സൂര്യൻ്റെ പുറത്താണ്, ഏതാണ്ട് 1,00,000 കിലോമീറ്ററിലേറെ പുറത്താണ്. അപ്പോൾ ആ കേന്ദ്രത്തിന് ചുറ്റും സൂര്യനും കറങ്ങും വ്യാഴവും കറങ്ങും. വളരെ ദൂരെ നിന്ന് നമ്മുടെ സൗരയൂഥത്തെ വീക്ഷിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളുണ്ടെന്ന് സങ്കല്പിച്ചാൽ, പ്രകാശവർഷങ്ങൾക്ക് അകലെ നിന്നാണ് നോക്കുന്നതെങ്കിൽ അയാൾ ആകെ കാണുക സൂര്യനെ മാത്രമാണ്. സൂര്യൻ വട്ടത്തിൽ കറങ്ങുന്ന കാഴ്ചയെ അയാൾ കാണുള്ളൂ. കാരണം വ്യാഴത്തിന് വെളിച്ചം സൂര്യൻ്റെ ഏതാണ്ട് 10 കോടിയിലൊരു അംശമേ ഉണ്ടാവുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. ഒരു നക്ഷത്രത്തിന് ചുറ്റും ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രകാശം ഏതാണ്ട് നക്ഷത്രത്തിൻ്റെ 10 കോടിയിലൊരു അംശമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ നേരിട്ട് കാണുക സാധ്യമല്ല. അപ്പോൾ ഈ ചലനം, നക്ഷത്രത്തിൻ്റെ ചലനത്തിൽ നിന്ന് ഗ്രഹത്തിൻ്റെ സാന്നിധ്യം ഊഹിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കിലോസും മേയറും ഒരു നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹം കറങ്ങുന്നതായിട്ട് ഊഹിക്കുകയും അതിന് 51 പെഗാസി ബി എന്ന് പേർ നൽകുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. പിന്നീട് നിരവധി ശാസ്ത്രജ്ഞന്മാർ ഈ രംഗത്തേക്ക് ഇറങ്ങി നക്ഷത്രങ്ങളെ നിരീക്ഷിക്കലായി. ഒറ്റപ്പെട്ട നക്ഷത്രങ്ങൾ എവിടെ കണ്ടാലും അതിന് ചുറ്റും ഗ്രഹമുണ്ടോ എന്നുള്ള നിരീക്ഷണമായി. അങ്ങനെ 70 വിർജിനസ് എന്ന് പറയുന്ന കന്നി രാശിയിൽ 70 വിർജിനസ് എന്ന് പറയുന്ന നക്ഷത്രത്തെ കണ്ടെത്തി. അതിന് ചുറ്റും വിർജിനസ് ബി എന്ന് പറയുന്ന ഗ്രഹം സഞ്ചരിക്കുന്നു. അതുപോലെ വേറെയും നിരവധി നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളെ കണ്ടെത്തുകയുണ്ടായി. റിഫ്ലക്സ് മെത്തേഡ് എന്നാണ് ഈ രീതി അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ റേഡിയൽ വെലോസിറ്റി മെത്തേഡ് എന്നും പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ദൃഷ്ടിപഥത്തിൽ ഒരു നക്ഷത്രം ചലിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നക്ഷത്രം ചലിക്കാൻ കാരണം ഗ്രഹമാണ് എന്ന് പറയുന്നു. എന്തായാലും അതിനുശേഷം വേറെയും പുതിയ മാർഗങ്ങൾ ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും ഫലപ്രദമായ രീതി എന്ന് പറയുന്നത് ട്രാൻസിറ്റ് മെത്തേഡ്, സന്തരണ രീതി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്കറിയാം, സൂര്യൻ്റെ മുന്നിലൂടെ ഇടയ്ക്ക് ബുധനും മറ്റു ചിലപ്പോൾ ശുക്രനും കടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ശുക്രസന്തരണം എന്ന് പറയുന്നത് നമ്മൾ ആഘോഷമാക്കിയതാണ്, വർഷത്തൊരിക്കൽ ആഘോഷമാക്കിയൊരു സംഗതിയാണ്. അങ്ങനെ ശുക്രൻ്റെ മുന്നിൽ കൂടി സൂര്യൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളാകെ കാണുക ഒരു കറുത്ത പൊട്ട് സൂര്യൻ്റെ മുന്നിൽ കൂടി നീങ്ങി പോകുന്നതായിട്ടാണ്. അതിൽ നിന്ന് നമുക്ക് സൂര്യനെ അത് മുറിച്ച് കിടക്കാൻ എത്ര സമയമെടുക്കും, അത് ഒരു പ്രാവശ്യം ചുറ്റി വരാൻ എത്ര സമയമെടുക്കും എന്നൊക്കെ കണ്ടെത്താൻ കഴിയും. ഇതാണ് മറ്റ് നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്ത ട്രാൻസിറ്റ് മെത്തേഡിൽ. ഒരു നക്ഷത്രത്തിൻ്റെ മുന്നിലൂടെ ഗ്രഹം കടന്നു പോകുമ്പോൾ നക്ഷത്രത്തെ ക്രോസ് ചെയ്യാൻ എത്ര സമയമെടുക്കും,
വീണ്ടും അതേ പൊസിഷനിൽ തിരിച്ചെത്താൻ എത്ര സമയമെടുക്കും എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തെ ഗ്രഹം ചുറ്റാൻ എത്ര സമയമെടുക്കും, ആ നക്ഷത്രത്തിന് എത്ര മാസം ഉണ്ടാവും, അത് എത്ര ദൂരെയായിരിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്താൻ ഈ ട്രാൻസിറ്റ് മെത്തേഡിലൂടെ കഴിയും. ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത് ഈ ട്രാൻസിറ്റ് മെത്തേഡിലൂടെയാണ്. അങ്ങനെ കണ്ടെത്താൻ മാത്രമായിട്ട് കെപ്ലർ എന്ന് പറയുന്ന ഒരു ബഹിരാകാശ ടെലസ്കോപ്പിനെ നാസ വിക്ഷേപിക്കുകയുണ്ടായി. 2009 2009 മുതൽ കുറേയേറെ വർഷം മാനത്ത് ഭൂമിയെ ചുറ്റിക്കൊണ്ട് ടെലസ്കോപ്പ് വഴി നക്ഷത്രങ്ങൾ ഈ സന്തരണം നിരീക്ഷിക്കുക ആണത് ചെയ്തത്. 4000-ലധികം 5000-ഓളം നക്ഷത്രങ്ങളെ ഇത് ഈ വഴി നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളുള്ളതായിട്ട് കെപ്ലർ കണ്ടെത്തുകയുണ്ടായി. ഇപ്പോഴും നമുക്ക് ഏതാണ്ട് 6800 നക്ഷത്രങ്ങൾ ചുറ്റും ഗ്രഹങ്ങളുണ്ട് ഉള്ളതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു പല മെത്തേഡുകളും നേരത്തെ ഞാൻ പറഞ്ഞ റിഫ്ലക്സ് മെത്തേഡും അതേപോലെ തന്നെ പുതിയ മെത്തേഡും ട്രാൻസിറ്റ് മെത്തേഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനേക്കാൾ ഫലപ്രദമായ മറ്റ് മെത്തേഡുകൾ, മറ്റ് രീതികൾ വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഒന്ന് ഐൻസ്റ്റൈൻ ഊഹിച്ച ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു നക്ഷത്രത്തിൽ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ നിരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന നക്ഷത്രത്തിൻ്റെ പിന്നിൽ, വളരെ പിന്നിൽ വേറൊരു നക്ഷത്രം ഉണ്ടായിരിക്കുക. ആ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം വരുന്ന വഴിക്ക് ഈ മുന്നിലുള്ള നമ്മൾ നിരീക്ഷിക്കുന്ന നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഗുരുത്വ ഫീൽഡ് ഒരു ലെൻസ് പോലെ ആക്ട് ചെയ്യും. അത് പ്രകാശം അവിടെ വളയും. പ്രകാശം അവിടെ വളയുമ്പോൾ ഒരു ലെൻസ് പോലെ അത് നമുക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും. ഭൂമിയിലിരുന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ ഇടയ്ക്കുള്ള നിരീക്ഷണ നക്ഷത്രത്തെ കാണാം. ആ നിരീക്ഷണ നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. ഗുരുത്വ മേഖലയ്ക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. ആ മാറ്റത്തെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഗ്രഹം കറങ്ങുന്നുണ്ടോ, ഒരു ഗ്രഹമാണോ, ഒന്നിലേറെ ഗ്രഹങ്ങളാണോ, അവയുടെ വലിപ്പം എത്രയാണ് എന്നൊക്കെ ഊഹിക്കാൻ കഴിയും. ഇതാണ് മൈക്രോ ലെൻസിങ് മെത്തേഡ് എന്ന് പറയുന്ന രീതി. ഈ മൈക്രോ ലെൻസിങ് മെത്തേഡും ബഹിരാകാശ വാഹനങ്ങളിൽ പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ടെസ് എന്ന് പറയുന്ന ബഹിരാകാശ വാഹനം, അതേപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ ഗെയ എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയൻ വിട്ടയച്ച ബഹിരാകാശ വാഹനം, ഇതൊക്കെ തന്നെ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഇത്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നാളെ ഇതിനേക്കാളൊക്കെ ഫലപ്രദമാകാൻ സാധ്യതയുള്ള ഒരു മെത്തേഡാണ് നള്ളിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. 2 ടെലസ്കോപ്പുകൾ സമാന്തരമായി വെച്ച് ഒരു നക്ഷത്രത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പം നമുക്ക് 2 ഇമേജ് കിട്ടും നക്ഷത്രത്തിൻ്റെ. പക്ഷെ ഇനി ചെയ്യുക, ഒരു നക്ഷത്രത്തിൽ ഒരു ടെലസ്കോപ്പിൽ കിട്ടിയ പ്രകാശത്തെ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുത്തി, ഫിസിക്സ് അറിയുന്നവർക്ക് അറിയാം, ഫേസ് ഡിഫറൻസ് വരുത്തി ഒരു കോമൺ സോഴ്സിലേക്ക് ഈ 2 പ്രകാശധാരകളും കൂടി കൊടുത്താൽ നക്ഷത്രത്തെ പിന്നെ കാണാൻ കഴിയില്ല. ഒരു നക്ഷത്രത്തിൽ ഒരു ടെലസ്കോപ്പ് ഫോം ചെയ്യുന്ന ഇമേജിനെ മറ്റേ ഫോക്കസ് അനൾ ചെയ്യും, ഇല്ലാതാക്കും. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന ഫിസിക്സിലെല്ലാവരും പഠിക്കുന്ന ഒരു സിദ്ധാന്തം അനുസരിച്ച്. അപ്പോൾ അങ്ങനെ നക്ഷത്രത്തെ കാണാതാവുമ്പം നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിതുപോലെ അനൾ ചെയ്യപ്പെടില്ല, അതിൻ്റെ ഫോട്ടോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ പൂർണ്ണതയുള്ള ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ ഇത്തരം നിരവധി സംവിധാനങ്ങൾ ബഹിരാകാശത്തൊരുക്കിക്കൊണ്ട്, നമുക്കിതുവരെ ബഹിരാകാശത്ത് ഇത്തരം പാരലൽ ടെലസ്കോപ്പുകൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല.
ബഹിരാകാശത്താണ് ഇത്തരം പാരലൽ ടെലസ്കോപ്പുകൾ ഒരുക്കുന്നതെങ്കിൽ അനലിംഗ് കൂടുതൽ ഫലപ്രദമാകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ചിത്രങ്ങൾ നക്ഷത്രങ്ങൾക്ക് ചുറ്റും സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടേത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ബഹിരാകാശത്ത് ഗ്രഹങ്ങളുണ്ടോ എന്ന നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം. ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എല്ലാ നക്ഷത്രങ്ങൾക്കും നമുക്കറിയാം ഒരു പ്രത്യേക മേഖലയിൽ ഭൂമിയിലെ താപനിലയ്ക്ക് സമാനമായ താപനില ഉണ്ടാവും. ഭൂമിയുടെ താപനിലയുടെ പ്രത്യേകത ഇവിടെ വെള്ളത്തിന് ഒഴുകുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ കഴിയും. സൂര്യൻ്റെ ഹാബിറ്റബിൾ സോൺ ജീവയോഗ്യ മേഖലയിലാണ് നമ്മുടെ ഭൂമി കിടക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവയോഗ്യ മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്, ഹാബിറ്റബിൾ സോൺ. അപ്പോൾ സൂര്യനോട് കുറച്ചും കൂടി അടുത്തായിരുന്നു ഭൂമിയെങ്കിൽ വെള്ളം ആവിയായി പോകും, അവിടെ ജീവൻ ഉണ്ടാകാൻ സാധ്യതയില്ല. സൂര്യനിൽ നിന്ന് കുറച്ചുകൂടി അകലെയാണ്, ചൊവ്വയുടെയൊക്കെ ആ മേഖലയിലാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം ഐസായി പോകും, അപ്പോഴും വികസിത രൂപം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിനിടയ്ക്ക് ഈ ഒഴുകുന്ന വെള്ളം നിലനിൽക്കാൻ കഴിയുന്ന ജീവയോഗ്യ മേഖലയിൽ നമ്മുടെ ഭൂമിയുണ്ട്. ഇത് മറ്റു നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നക്ഷത്രത്തിൽ നിന്ന് ആ നക്ഷത്രത്തിൻ്റെ ശോഭയനുസരിച്ച് അതിൻ്റെ ജീവയോഗ്യ മേഖല അകലം വ്യത്യസ്തമായിരിക്കും. വളരെ ശോഭയുള്ള നക്ഷത്രങ്ങൾക്ക് ഈ ഹാബിറ്റബിൾ സോൺ കുറച്ചും കൂടി അകലെയായിരിക്കും. മങ്ങിയ കൂടുതൽ ശോഭ കുറഞ്ഞ നക്ഷത്രങ്ങൾ കുറച്ചും കൂടി അടുത്തായിരിക്കും. പക്ഷേ എല്ലാ നക്ഷത്രങ്ങൾക്കും അത്തരമൊരു മേഖലയുണ്ടാവും. ആ മേഖലയിൽ ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹമുണ്ടെങ്കിൽ അവിടെ ജീവൻ ഉത്ഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഭൂമിയെപ്പോലെ എന്ന് പറയാൻ കാരണം? ഭൂമിയേക്കാൾ ചെറിയ ഗ്രഹങ്ങളുണ്ട്, നമുക്കറിയാം, ബുധനും ചൊവ്വയൊക്കെ. അത്തരം ഗ്രഹങ്ങളുടെ പ്രത്യേകത അവർക്ക് അന്തരീക്ഷം ഉണ്ടാവില്ല, അത് ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെട്ടു പോവും, കാരണം ഗുരുത്വാകർഷണം കുറവാണ്. അതുപോലെ തന്നെ വ്യാഴത്തെ പോലെ ഒരു ഭീമൻ ഗ്രഹമാണ് ഇവിടെ ഉള്ളതെങ്കിലോ അവിടെ ഹൈഡ്രജനും ഹീലിയും ഒക്കെ ആയിരിക്കും അന്തരീക്ഷത്തിലുണ്ടാകുക, ഓക്സിജനും നൈട്രജനും ഒന്നും ഉണ്ടാവില്ല. അപ്പോഴും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഭൂമിയുടെ പ്രത്യേകത ഈ വളരെ ഭാരം കുറഞ്ഞ ഹൈഡ്രജൻ ഹീലിയം പോലെയുള്ള വാതകങ്ങളെ നഷ്ടപ്പെടുത്തി ഭാരം കൂടിയ ഡെൻസിറ്റി കൂടിയ ജലവും ഓക്സിജനും നൈട്രജനും ഒക്കെ നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിർത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ വികസിത ജീവൻ ഉണ്ടായത്. ഇത് മറ്റു പലയിടത്തും സാധ്യതയുണ്ട്. ഏതാണ്ട് 6000-ലധികം നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങളെ കണ്ടെത്തിയതിൽ സ്വാഭാവികമായിട്ടും കുറച്ചെണ്ണം എങ്കിലും നമ്മുടെ ഭൂമിക്ക് സമാനമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴേതാണ്ട് ഒരു 4 ഡസനോളം നക്ഷത്രങ്ങൾക്ക് ചുറ്റും ആണ് ജീവയോഗ്യമായിട്ടുള്ള ഗ്രഹങ്ങൾ ഉള്ളതായിട്ട് സൂചനകൾ കിട്ടിയിട്ടുള്ളത്. ചില ഗ്രഹങ്ങളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ചില വാതകങ്ങളുടെ അടയാളം പോലും കിട്ടിയിട്ടുണ്ട്, സ്പെക്ട്രം അനാലിസിസിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ജീവൻ ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിൽ കൊടാനുകൂടി നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, എല്ലാ നക്ഷത്രങ്ങളെയും ജീവന് വേണ്ടി തിരഞ്ഞിട്ട് കാര്യമില്ല. കാരണം നക്ഷത്രങ്ങൾ പല ഇനമുണ്ട്. ടൈപ്പ് നക്ഷത്രങ്ങൾ വളരെ ശോഭ കൂടിയതാണ്. അതിൻ്റെ ബാഹ്യ താപനില, പുറത്തെ താപനില ഏതാണ്ട് 35,000 ഡിഗ്രിയൊക്കെ വരും. നമ്മുടെ സൂര്യൻ്റെ പുറത്തെ താപനില വെറും 6,000 ഡിഗ്രിയിൽ താഴെയാണ്, 5,800 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. 35,000 ഡിഗ്രിയുള്ള ഒരു നക്ഷത്രത്തിന് ചുറ്റും ഒരു ഗ്രഹം, ജീവനുള്ളൊരു ഗ്രഹം നിലനിൽക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് ബി, എ, എഫ് മുതലായ ടൈപ്പുകൾ. നക്ഷത്രങ്ങൾ ഇങ്ങനെ ഒ, ബി, എ, എഫ്, ജി, എൽ, എം കെ, എം എന്നിങ്ങനെ 7 തരമായിട്ടാണ് വിഭജിക്കാറുള്ളത്. ഇതിൽ
ആദ്യത്തെ ഈ ഒ ബി എ ഒക്കെ തന്നെ വളരെ കുറച്ച് കാലേ ജീവിച്ചിരിക്കുള്ളൂ. കാരണം വളരെ ശോഭയുള്ള ഈ നക്ഷത്രത്തിൽ പദാർത്ഥങ്ങൾ അതിവേഗം ജ്വലിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ ഏതാനും കോടി വർഷമേ ജീവിച്ചിരിക്കുള്ളൂ. അതേസമയത്ത് നമ്മുടെ സൂര്യൻ ജി ടൈപ്പിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. അതൊരു 500 കോടി വർഷം 460 കോടി വർഷമായി ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനേക്കാൾ അല്പം കൂടി കൂടുതൽ കാലം, ചുരുക്കത്തിൽ ഒരു 1000 കോടി വർഷമെങ്കിലും സൂര്യൻ സജീവമായിട്ടിരിക്കും. അതിനർത്ഥം ഭൂമിയിലുണ്ടാകുന്ന ഏകകോശ ജീവികൾക്ക് പോലും വികസിച്ച് പരിണാമത്തിലൂടെ മനുഷ്യൻ വരെയുള്ള പരിണാമ ഘട്ടങ്ങൾ പൂർത്തിയാക്കാനുള്ള കാലം കിട്ടും. നമുക്കറിയാം, ഒരു 360 കോടി വർഷമായി ഭൂമിയിൽ ജീവൻ പരിണമിച്ചുകൊണ്ട് ഇന്നത്തെ മനുഷ്യൻ വരെ എത്തിയിരിക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ, നൂറുകണക്കിന് കോടി വർഷങ്ങൾ കിട്ടുന്നെങ്കിൽ മാത്രമേ പരിണാമത്തിലൂടെ ബുദ്ധിയുള്ള ഒരു ജീവി വികസിച്ചു വരുള്ളൂ. അതുകൊണ്ട് ജി ടൈപ്പ് നക്ഷത്രങ്ങളെയാണ് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നത്. അതിനേക്കാൾ ചൂട് കുറഞ്ഞ നക്ഷത്രങ്ങൾ ഉണ്ട്, കെ എം എന്നൊക്കെ പറയുന്ന ടൈപ്പുകൾ. അത്തരം നക്ഷത്രങ്ങൾക്ക് ഊർജം കുറവായതുകൊണ്ട് പരിണാമ വികാസത്തിൻ്റെ സ്പീഡും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ നമുക്ക് താല്പര്യമില്ല. അപ്പം ഇങ്ങനെ ജി ടൈപ്പ് തന്നെ G1, G0, G1, G2, G9 വരെ 10 ഇനമുണ്ട്. ടെമ്പറേച്ചർ അനുസരിച്ചാണ് അതിനെ ഇങ്ങനെ വിഭജിക്കുന്നത്. സൂര്യൻ G2 ടൈപ്പാണ്. G1 ആയാലും G3 ആയാലും ഒന്നും പ്രശ്നമില്ല. ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അത്തരം കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു പ്രത്യേകത, നക്ഷത്രങ്ങളെല്ലാം സൂര്യനെ പോലെ ഒറ്റയാന്മാരല്ല. ചിലത് ഇരട്ടകളാണ്, ഏറ്റവും കൂടുതൽ ഇരട്ടകളാണ്. അപ്പോൾ ഒരെണ്ണം മറ്റൊന്നിനെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിനൊരു ഗ്രഹം ഉണ്ടായാൽ ഡിസ്റ്റർബൻസ് മൂലം അത് അതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിൽ പോയി വീണ് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ രണ്ടിനെയും അകലെ കൂടി ചുറ്റുന്ന ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അപ്പം നമുക്ക് ഒറ്റയാൻ നക്ഷത്രങ്ങളെയാണ് വേണ്ടത്. ചില നക്ഷത്രങ്ങൾ ഗ്രൂപ്പുകളാണ്, ഓപ്പൺ ക്ലസ്റ്റർ എന്ന് പറയും. നിങ്ങൾക്കറിയാം, കാർത്തിക, പൂയം എന്നൊക്കെ പറയുന്ന നക്ഷത്രങ്ങളെല്ലാം തന്നെ ഗ്രൂപ്പുകളാണ്. പൂയത്തിലൊക്കെ 1000 നക്ഷത്രങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. അപ്പം അത്തരം ഗണങ്ങളെ നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഒറ്റപ്പെട്ട നക്ഷത്രങ്ങളെ കിട്ടണം. അതേതാണ്ട് ആകാശങ്ങളിൽ നമുക്കറിയുന്നിടത്തോളം 20% നക്ഷത്രങ്ങൾ ഒറ്റയന്മാരാണ്. ആകാശങ്ങളിൽ 10-20,000 കോടി നക്ഷത്രങ്ങളുണ്ട്. അപ്പം 10-20,000 കോടി നക്ഷത്രങ്ങളുള്ളിൽ 20% നക്ഷത്രങ്ങൾ ഒറ്റയാന്മാരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3-4,000 കോടി നക്ഷത്രങ്ങൾ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളാകാം. പക്ഷേ കേന്ദ്ര ഭാഗത്തുള്ള നക്ഷത്രങ്ങൾക്ക് ഈ സാധ്യത വളരെ കുറവാണ്. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് അകന്നു കിടക്കുന്ന നക്ഷത്രങ്ങൾ അത് തന്നെ കോടിക്കണക്കിന് വരും. അപ്പോൾ അത്തരം നക്ഷത്രങ്ങളിൽ ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങളും അത്തരം ഗ്രഹങ്ങളിൽ ജീവനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ധാരാളമുണ്ട്. ജീവയോഗ്യ മേഖലയെക്കുറിച്ചും അവിടെയുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠന പ്രവർത്തനമാണ്. അവിടെ ജീവനുണ്ടെങ്കിൽ ആ ജീവനെ നമ്മൾ ഭാവനയിൽ കാണും. ആദ്യം നമുക്ക് അതേ കഴിയുള്ളൂ, നേരിട്ട് കാണാൻ മാർഗമില്ല. ആസ്ട്രോബയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ വികസിച്ച് വന്നിട്ടുണ്ട്. ആസ്ട്രോബയോളജിയിൽ അല്ലെങ്കിൽ എക്സോബയോളജി എന്ന് പറയും. അത്തരം ഗ്രഹങ്ങളിൽ ജീവനുണ്ടെങ്കിൽ ആ ജീവൻ്റെ രൂപം എന്തായിരിക്കും, അവരുടെ ഭക്ഷണം എന്തായിരിക്കും, മറ്റു പ്രത്യേകതകൾ എന്തായിരിക്കും, അവരുടെ വികസനത്തിൻ്റെ ഇപ്പോഴത്തെ ഘട്ടം എന്തായിരിക്കും എന്നൊക്കെ അറിയുക. അവരുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും കഴിയുമോ എന്ന അന്വേഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇപ്പം തന്നെ അങ്ങനത്തെ ചില നക്ഷത്രങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രാപ്പിസ്റ്റ് 1 എന്ന് പറയുന്ന ഒരു കൂട്ടം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയെ പോലെയുള്ള ഒരു പറ്റം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ K16 എന്ന് പറയുന്ന വേറൊരു നക്ഷത്രത്തെയും ഇതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗ്രഹത്തെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ
ജീവസാധ്യതയുള്ള ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ ഈ ഏലിയൻസ് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ കഥകളിൽ വല്ല വാസ്തവമുണ്ടോ? ഏതെങ്കിലും അന്യഗ്രഹ ജീവി ഭൂമിയെ സന്ദർശിച്ചു പോകുന്നുണ്ടോ? അങ്ങനെ കണ്ടതായിട്ട് ഉള്ള കഥകളിൽ സത്യമുണ്ടോ? അതേക്കുറിച്ച് നമുക്ക് പറയാനുള്ള ഇതാണ്, ഈ നക്ഷത്രങ്ങളെല്ലാം കിടക്കുന്നത് പ്രകാശവർഷങ്ങൾ അകലെയാണ്. ഇപ്പം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഇപ്പം ഗ്ലീസെ 581b എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഗ്ലീസെ 581g എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് ജീവനുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഊഹിക്കുന്ന ഒരു ഗ്രഹമാണ്. 120 പ്രകാശവർഷം അകലെയാണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു കൊല്ലം കൊണ്ട് പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുമോ അതാണ്. അത് ഏതാണ്ട് 9.5 ലക്ഷം കോടി കിലോമീറ്റർ വരും. അങ്ങനത്തെ ഒരു ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു വാഹനം വരണമെങ്കിൽ, അതൊരു ജീവി വരണമെങ്കിൽ അത് എത്രയായിരം കൊല്ലം എടുക്കും എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 10-11 നമ്മൾ പോയിട്ടില്ല. ഒരു 100 കിലോമീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ പോലും അത് ഒരു പ്രകാശവർഷം സഞ്ചരിക്കാൻ 3000-ഓളം വർഷം എടുക്കും. അതിനർത്ഥം 120 പ്രകാശവർഷം സഞ്ചരിക്കണമെങ്കിൽ 120 × 3000 അത്രയും വർഷങ്ങളെടുക്കും. അപ്പം തീർച്ചയായിട്ടും ഒരു ജീവിക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്തരമൊരു സഞ്ചാരം സാധ്യമല്ല. അപ്പം അങ്ങനെ ഒരു സംസ്കാരമുള്ള വികസിത ജീവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ നേരിട്ട് വരികയല്ല ചെയ്യുക. അവർ ഈ ഭൂമിയെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി, ഭൂമിയെക്കുറിച്ച് ഏതൊക്കെ അറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊരു വാഹനത്തിൽ ഒരു റോബോട്ടിനെ ആയിരിക്കും അയക്കുക. നമ്മളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു റോബോട്ടിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അത്തരം ഒരു ജീവിയെ പ്രതീക്ഷിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ ഇതാണ് ഏലിയൻ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു കാലത്ത് അത്തരൊരു ജീവി ഭൂമിയിലേക്ക് വരില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുവരെയുള്ള വരവിൻ്റെ കഥകളെല്ലാം തന്നെ വെറും കഥകൾ മാത്രമാണ് എന്നാണ് എൻ്റെ ധാരണ.